Good morning, students. Plus 1 Mathematics ഒന്നാമത്തെ ചാപ്റ്ററിൽ പാർട്ട് 7 പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്, അല്ലെങ്കിൽ പറയാം ആപ്ലിക്കേഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ സെറ്റിൽ പഠിച്ച കാര്യങ്ങൾ, യൂണിയനും ഇൻ്റർസെക്ഷനും അതുപോലെയുള്ള കാര്യങ്ങൾ മറ്റ് ഏതെങ്കിലും സന്ദർഭത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാർട്ട് തന്നെയാണ് ഈ ചാപ്റ്ററിലെ. അതുപോലെ ഇത് ഞാൻ 7 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. 7ാമത്തെ പാർട്ടാണ് ആപ്ലിക്കേഷൻ ഓഫ് സെറ്റ്സ്. അതായത് സെറ്റിൻ്റെ ആ കൺസെപ്റ്റ് നമ്മൾ മറ്റ് സന്ദർഭങ്ങളിൽ എന്തിനു ഉപയോഗിക്കുന്നു അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ സെക്ഷനാണ്. അപ്പോൾ ആ സെക്ഷനിൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡുമാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു എക്സാമ്പിൾ തന്നെ തുടങ്ങുകയാണ്. നമ്മൾ നേരത്തെ കണ്ടുള്ള യു എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ. യു ഇസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റാണ്. 1 മുതൽ 9 വരെയുള്ള എലമെൻറ്റ്സ്. അതിൻ്റെ ഒരു സബ്സെറ്റാണ് എ 1 2 3 4 ആൻഡ് ബി എന്ന് പറയുന്നത് 2 4 6 8 ആണ്. അപ്പം നിങ്ങൾക്കറിയാം എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ്സിൻ്റെ എണ്ണം ഞാൻ നോക്കുകയാണ്. യുയിൽ 9 എലമെൻറ്റ്സ് ആണ്. എയിൽ 4 എലമെൻറ്റ്സ് ആണ്. ബിയിൽ 4 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് വെൻ ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് യു ആണ്. അതുപോലെ എയും ബി എന്ന് പറയുന്നത് സർക്കിളാണ്. അതിനകത്ത് എലമെൻറ്റ്സിനെ ഞാൻ നോട്ട് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. അപ്പം മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ കോമൺ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരുമിച്ച് ഈ ഇൻ്റർസെക്റ്റിംഗ് പോർഷനിൽ കോമൺ എലമെൻറ്റ്സ് എഴുതണം. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ്സിൻ്റെ എണ്ണം നോക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. എയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം എത്ര ഉണ്ട്? അത് 4 ആണ്. ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം എടുത്തെന്ന് വെച്ചാൽ എത്രയാണ്? അതും 4 ആണ്. അപ്പോൾ ഇതിന് നമുക്കറിയാം എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം എത്ര? അത് എത്രയാണ്? അതും 2 എണ്ണമാണ്. അപ്പോൾ ഇവിടെ മൊത്തം 4, ഇവിടെയും 4, ഇവിടെ 2 എണ്ണമാണ്. എങ്കിൽ ഞാൻ ചോദിക്കുകയാണ് എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം എത്രയാണ്? എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തത്തിൽ വരുന്ന എലമെൻറ്റ്സിൻ്റെ എണ്ണം നമുക്ക് എത്ര ആണെന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് ഇത് നോക്കി തന്നെ പറയാൻ പറ്റും. എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. പക്ഷേ നമ്മൾ എയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം 4ഉം ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം 4ഉമാണ്. അപ്പോൾ 8 വരുന്നില്ലയോ? അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഇൻ്റർസെക്ഷൻ വരുന്നത്, കാരണം ഈ കോമൺ ആയിട്ട് ഇവിടെ 2 എലമെൻറ്റ്സ് വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചാൽ മതി. അപ്പം ടോട്ടൽ ഇത് 2ൻ്റെ എണ്ണത്തിൽ നിന്നും ആ ഇൻ്റർസെക്ഷൻ കുറച്ചാൽ 6 വരുന്നുണ്ടല്ലോ. അപ്പം ഇതിനകത്താണ്ട് 4 + 4 ഇല്ല എത്ര? 8. അതിനകത്ത് ഇൻ്റർസെക്ഷനിൽ വരുന്ന കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? അതാണ് എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞുകൂടായോ? അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. എ യൂണിയൻ ബി ഇങ്ങനെയാണ്, എ ഇൻ്റർസെക്ഷൻ ബി ഇതാണ്. അപ്പം എൻ ഓഫ് യു എന്ന് പറയുമ്പോൾ ഇതാണെന്നൊക്കെ പറയാം. എൻ ഓഫ് എ 4 ആണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ 6 ആണ്. അത് ചിത്രമൊക്കെ നോക്കി പറയാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, അങ്ങനെയും പറഞ്ഞുകൂടായോ? ഞാൻ മുമ്പേ പറഞ്ഞ ഇതിൽ നിന്നും ഇതിൻ്റെ എണ്ണവും തമ്മിൽ കൂട്ടിയിട്ട് ഇൻ്റർസെക്ഷൻ്റെ എണ്ണം കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാം. എന്തിനു വേണ്ടി? എൻ ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ വേണ്ടി. അതായത് എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനൊരു ഫോർമുല നമുക്ക് പറഞ്ഞുകൂടായോ? പറയാം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇതാണ് നമ്മൾ ഈ ലാസ്റ്റ് സെക്ഷനിൽ ഉപയോഗിക്കുന്ന, പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഏതാണ്? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയാം. ശരിയല്ലയോ? എങ്കിൽ നമുക്ക് നോട്ടായിട്ട് എങ്ങനെ എഴുതാം? ഇതൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. നോട്ടായിട്ട് ഞാൻ എഴുതാം. അപ്പം നമ്മുടെ ആ സെക്ഷൻ്റെ പേര് ആപ്ലിക്കേഷൻ ഓഫ് സെറ്റ്സ് എന്നാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ പറയാം. ഈ എ ആൻഡ് ബി എനി 2 സെറ്റ്സ്, എയും ബിയും എനി സെറ്റാണ്. അവിടെ കോമൺ ആയിട്ട് എലമെൻറ്റ്സ് വരാം. ഇവിടെ ശ്രദ്ധിക്കണം, നോട്ട് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻ്റർസെക്ഷനിൽ എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ്. അപ്പോൾ ഡിസ്ജോയിൻ്റ് അല്ലാത്ത സെറ്റാണ്. നമ്മൾ ആ ചിത്രം കണ്ടപ്പോൾ മനസ്സിലായ കാര്യമാണ്. എങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. എൻ ഓഫ് എ യൂണിയൻ ബി പ്ലസ് n of A union B is equal to n of A plus n of B minus n of A intersection B എന്ന് എഴുതാമല്ലോ.
അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എ ഇൻ്റർസെക്ഷൻ ബി ഫൈ ആണെങ്കിൽ, അല്ലെങ്കിൽ എയും ബി ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഡിസ്ജോയിൻ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഫൈ ആണ് അതിൻ്റെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഈ ഫൈയിലെ എലമെൻറ്റ്സിന് എണ്ണം കൊടുക്കുമ്പോൾ 0 ആണ്. അപ്പോൾ ഇത് 0 ആയി മാറും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എയും ബിയും ടു ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ആയാൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഫൈ ആയിരിക്കും. എങ്കിൽ നമുക്ക് അതിൻ്റെ എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി എന്ന് എഴുതാം. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഡിസ്ജോയിൻ്റ് സെറ്റ് ആണെങ്കിൽ അപ്പോൾ എയിലെയും ബിയിലെ എലമെൻറ്റ്സ് എണ്ണം കൂട്ടുന്നതാണ് എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം. ശരിയല്ലയോ? അപ്പോൾ ഇത് വെച്ചുള്ള പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെയും പറയാം. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബിയിൽ നിന്നും എൻ ഓഫ് എ യൂണിയൻ ബി കുറയ്ക്കുന്നതും നമുക്ക് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയാം. അപ്പം ചില കേസിൽ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്കറിയാം. അപ്പം ഞാനിവിടെ ക്വസ്റ്റ്യൻ സാധാ നമ്മൾ ടെക്സ്റ്റിലെ മെത്തേഡ് ഉപയോഗിച്ചും അതുപോലെ തന്നെ അതിൻ്റെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന്, അതായത് വെൻ ഡയഗ്രം ഉപയോഗിച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടെയാണ് പറയുന്നത്. ആദ്യം നമ്മൾ സാധാ മെത്തേഡ് തന്നെ പറയുകയാണ്. അപ്പോൾ നമുക്കറിയാം എസും ടിയും 2 സെറ്റാണെന്നാണ് ഇവിടെ പറയുന്നത്. എസ്സിൽ 21 എലമെൻറ്റ്സും ടിയിൽ 32 എലമെൻറ്റ്സ് ആണ്. അതുപോലെ എസ് ഇൻ്റർസെക്ഷൻ ടിയിൽ 11 എലമെൻറ്റ്സ് ആണ്. ഹൗ മെനി എലമെൻറ്റ്സ് ഡസ് എസ് യു ടി ഹാവ് എന്ന് വെച്ചാൽ എസ് യൂണിയൻ ടിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചത്. ശരിയല്ലയോ? അപ്പോൾ ആൻസറിലോട്ട് പോകാം. അപ്പോൾ തന്നിരിക്കുന്ന 2 സെറ്റ് നമുക്കറിയാം, എസും ടിയുമാണ്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്തെഴുതാൻ നോക്കിയോ. എൻ ഓഫ് എ എസ് ഇൻ്റർസെക്ഷൻ ടി എത്രയാണ്? 11. എൻ ഓഫ് എസ് 21. എൻ ഓഫ് ടി 32. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടതാണ്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ റിസൾട്ട്. ഇങ്ങനെ ഉപയോഗിക്കാമല്ലോ. എൻ ഓഫ് എസ് യൂണിയൻ ടി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എസ് പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് എസ് ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയാം. അപ്പോൾ ഇത് നേരിട്ട് വില ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ 42 എന്ന ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഇത് വെൻ ഡയഗ്രം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം? നമ്മൾ ഇത്രയൊന്നും എഴുതാതെ തന്നെ വെൻ ഡയഗ്രം ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിനു വേണ്ടി എയും ബിയും വരയ്ക്കുന്നു. ഇതാണ് എസും ടിയും. അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ്സിൻ്റെ എണ്ണം എത്രയാണ്? 21. ഇവിടെ 11. ഇവിടെ 32. ഈ 21 എന്ന് പറയുന്നത് എസ്സിലെ മൊത്തത്തിലുള്ള എലമെൻറ്റ്സ് ആണ്. അത് ഓർമ്മ വേണേ. എസ്സിലെ മൊത്തത്തിലുള്ള എലമെൻറ്റ്സ് എത്രയാണ്? അപ്പോൾ എസ് മാത്രം എത്ര? ഇത്രയും ഭാഗം എത്ര ആയിരിക്കും? 10 ആയിരിക്കും. അതറിയാമല്ലോ. ഇത് മാത്രം എത്ര ആയിരിക്കും? കോമൺ ആയിട്ട് വേണ്ട കുറച്ചാൽ മതി. ഇത് മാത്രം എത്ര ആയിരിക്കും? അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് മാത്രം വരുവാണെങ്കിൽ 21 വരും. എന്നിട്ട് ഇവിടെ 10 പ്ലസ് 11 പ്ലസ് 21 കൂട്ടിയാലും മതി. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇതും ഇതൂടെ കൂട്ടിയെടുത്ത് കുറച്ചാൽ മതി. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര? 53. അതായത് എയിൽ വരുന്നത് ബിയിൽ വരുന്നത്. അപ്പോൾ കുറച്ച് ഒറ്റയടിക്ക് എന്ത് എഴുതാം? ഇത് ഈ ഇൻ്റർസെക്ഷൻ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് 42 എന്ന് പറയാം. ഇങ്ങനെ ഇത് എഴുതിയാലും മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ്, if x and y are 2 sets such that x union y has 50 elements, x has 28 elements and y has 32 elements, how many elements does x intersection y have? ഇത് നേരത്തെ നമ്മൾ യൂണിയൻ കണ്ടുപിടിച്ചെങ്കിൽ ഇവിടെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. എക്സ് യൂണിയൻ വൈയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം 50 ആണ്. എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 28 ആണ്. എൻ ഓഫ് വൈ എന്ന് പറയുന്നത് 32. എന്താ കണ്ടുപിടിക്കേണ്ടത്? എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഇത് കണ്ടുപിടിക്കാൻ ഫോർമുല ഉണ്ടോ? ഞാൻ ആ നോട്ടിനകത്ത് പറഞ്ഞാണ് അവസാനം ഒരു ഓർമ്മയുണ്ടോ? അപ്പോൾ എങ്ങനെ എഴുതാം ഇതിനെ? എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ എന്ന് എഴുതാം. കാരണം ഇതൊന്നും തിരിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ആ വാല്യൂ കൊടുത്ത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. വളരെ എളുപ്പത്തിൽ 10 കണ്ടുപിടിക്കാമല്ലോ. ഇനി നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ എക്സ് ഇൻ്റർസെക്ഷൻ വൈയിൽ എത്ര എലമെൻറ്റ്സ് ആണ്? 10 എലമെൻറ്റ്സ്. ഞാൻ ഇതിന് വേണ്ടി എയും ബിയും എന്നുള്ള 2 സർക്കിൾ എടുക്കുന്നു, എക്സും വൈ. അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ്സ് എത്ര ആയിരുന്നു? 28 ആയിരുന്നു. ഇവിടുത്തെ എലമെൻറ്റ്സ് എത്ര? ഇതുൾപ്പെടെയാണ്, ഇൻ്റർസെക്ഷൻ ഉൾപ്പെടെ എത്രയായിരുന്നു? 32. പക്ഷെ ഇവിടെ നമുക്കറിയാം യൂണിയൻ എത്രയായിരുന്നു? യൂണിയനിൽ വരുന്നത് യൂണിയനിൽ വരുന്ന എലമെന്റ് 50 ആണ്. അത് എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ വരുന്നതാണ് നമ്മൾ ഈ 50 എന്ന് പറയുന്നത്. ശരിയല്ലയോ? അപ്പോൾ ഇവിടുത്തെ ഈ എയും ബിയും ഇൻ്റർസെക്ഷനിൽ എയിൽ മാത്രം വരുന്നത്, ബിയിൽ മാത്രം വരുന്നത് ഇൻ്റർസെക്ഷൻ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് 50 എന്ന് പറയുന്നത്. നമുക്ക്
എയും ബിയുടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 60 ആണ്. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ എയും ബിയും ആഡ് ചെയ്തിട്ട് യൂണിയൻ കുറയ്ക്കുന്നതായിരിക്കും ഈ ഇൻ്റർസെക്ഷനിൽ വരുന്നത്. അത് ഓർമ്മ വേണം. എയും ബിയും ആഡ് ചെയ്തിട്ട് എയിലെയും ബിയിലെ എലമെൻസിൻ്റെ എണ്ണം ആഡ് ചെയ്തിട്ട് ആ യൂണിയൻ കുറയ്ക്കുന്നതായിരിക്കും അതിൻ്റെ ഇൻ്റർസെക്ഷനിലെ എലമെൻസിൻ്റെ എണ്ണം എന്ന് പറയാം. അങ്ങനെ നമുക്ക് തമ്മിൽ കൂട്ടുമ്പോൾ 60 -50 എന്ന് പറയുമ്പോൾ നമുക്കത് 10 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയൊന്ന് സ്റ്റെപ്പ് എഴുതാതെ പെട്ടെന്ന് എഴുതാൻ പറ്റും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ എ ക്ലാസ് ഓഫ് 35 സ്റ്റുഡൻസ് 25 ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ് ആൻഡ് 16 ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ. Also, each student like to play at least one of the two games. How many students like to play both cricket and football? അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു ക്ലാസ്സിൽ 35 സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 24 പേര് ക്രിക്കറ്റ് കളിക്കുന്നു, 16 പേര് ഫുട്ബോൾ കളിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു സെൻറ്റൻസ് പറയുന്നത് ശ്രദ്ധിച്ചോണം. ഓൾസോ ഈച്ച് സ്റ്റുഡൻറ്റ് ലൈക്ക് ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ഗെയിംസ്. അപ്പം മൊത്തം 35 പേരുണ്ട്. ആ 35 പേരിൽ ഏറ്റവും കുറഞ്ഞ ഒരു ഗെയിം കളിക്കുന്നവരാണ്. ഒരു ഗെയിമും കളിക്കാത്തവരില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഉണ്ടോ? അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ഗെയിമും ഇഷ്ടപ്പെടാത്തവരില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ഇങ്ങനെ ഇപ്പം നമുക്കവിടെ ലൈക്ക് ചെയ്യുന്നവരുടെ എണ്ണവേ ഉള്ളൂ, അതിൻ്റെ ഡിസ്ലൈക്ക് ചെയ്തവരുടെ എണ്ണമില്ല. അങ്ങനെ വരാൻ കാരണം ഈ കണ്ടീഷനാണ്. ഏറ്റവും കുറഞ്ഞ ഒരു ഗെയിമെങ്കിലും ഇഷ്ടപ്പെടുന്നവരാണ് അവിടെ ഉള്ളത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇങ്ങനെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഈ 35 എന്ന് പറയുന്നത് യൂണിയൻ ആയിരിക്കും. ആ എയുടെയും ബിയുടെ ഇത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരെയും ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരെയും യൂണിയൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ 35. അപ്പോൾ ഇവിടെ യു എന്നെടുക്കേണ്ട, ഈ കണ്ടീഷൻ വരുന്നതുകൊണ്ട് ഇതിനെ യൂണിയൻ എന്നെടുത്താൽ മതി. ഇങ്ങനെ കണ്ടീഷൻ വരുന്നതാണെങ്കിൽ യൂണിയനും നമ്മൾ യൂണിവേഴ്സൽ സെറ്റിൽ അതുപോലെ യൂണിയനും സെയിം ആയിരിക്കും കേട്ടോ. അത് ഓർത്ത് വെച്ചിരിക്കും. അതിനു വേണ്ടിയാണ് ഈ പ്രോബ്ലം ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യത്തെ പറയാം. ലെറ്റ് എ എന്ന് പറയുന്നത് നമ്മുടെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം എന്ന് പറയാം. ബി എന്ന് ഫുട്ബോൾ, ബി എന്ന് പറയുന്ന സെറ്റ് എന്താവാം? ഫുട്ബോൾ കളിക്കുന്നവരുടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരുടെ സെറ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ രണ്ട് സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്തു. ലെറ്റ് എക്സ് ബി ദ എക്സും വൈ എന്നാണ് കൊടുത്തേക്കുന്ന എക്സ് ബി ദ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ് ആൻഡ് വൈ ബി ദ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ എന്ന് പറയാം. എന്നിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തിരുന്നു. കാരണം നമ്മൾ എക്സും വൈയും അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ കാരണം ഇവിടെ അങ്ങനെ ഒരു രണ്ട് സെറ്റ് പറയുന്നില്ല. ആ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ എ ബി എന്നോ എക്സ് വൈ എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ എക്സ് വൈ തന്നിട്ടുണ്ട്, എൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എൻ ഓഫ് വൈ തന്നിട്ടുണ്ട്, എൻ ഓഫ് എക്സ് യൂണിയൻ വൈ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ യൂണിയൻ എന്ന് പറയുന്നില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചത്? അതിന് കാരണം കണ്ട ഈ കണ്ടീഷനാണ്. എന്നിട്ട് ഞാൻ നമുക്ക് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ചോദിച്ചേക്കുന്നത് അതാണ്, ഹൗ മെനി സ്റ്റുഡൻറ്റ് ലൈക്ക് ടു പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ. ക്രിക്കറ്റും ഫുട്ബോളും ഇഷ്ടപ്പെടുന്ന എത്ര ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. അതിന് മുമ്പേ ഫോർമുല പഠിച്ചു, ഇനി നേരിട്ടാണ് കൊടുത്താൽ മതി. വളരെ എളുപ്പമില്ലയോ? വളരെ എളുപ്പമാണ് നമുക്ക്. അപ്പോൾ എത്ര പേരാണ് കോമൺ ആയിട്ട് വരുന്നത്? 5 സ്റ്റുഡൻറ്റ് ലൈക്ക് ടു പ്ലേ ബോത്ത് ഗെയിംസ് അല്ലെങ്കിൽ ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ എന്ന് പറയാൻ പറ്റും. ഇതിന് നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ഇവിടെ എക്സും വൈന്ന് രണ്ട് സെറ്റ് എടുത്തിരിക്കുന്നത്. ഈ എക്സിൻ്റെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 24 ആണ്. വൈയിലെ മൊത്തം എണ്ണം എന്ന് പറയുമ്പം 16 ആണ്. ഇതിൻ്റെ യൂണിയനിൽ 35 ആണ്. ശരിയില്ലയോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുന്നതിന് ഇത് രണ്ടും കൂടെ കൂട്ടി ഈ യൂണിയൻ കുറച്ചാൽ മതി എന്ന്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ എണ്ണം എഴുതി ഈ എണ്ണം കൂട്ടി ഈ 35 കുറച്ചാൽ നമുക്ക് ആൻസറിലോട്ട് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ എ സ്കൂൾ ദർ ആർ 20 teachers who teach mathematics or physics. Of these 12 teach mathematics and 4 teach both physics and mathematics. How many teach physics? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയാൻ ശ്രദ്ധിക്കുക. ഇൻ എ സ്കൂൾ ദർ ആർ 20 teachers, അതായത് 20 ടീച്ചേഴ്സ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് പഠിപ്പിക്കുന്നു. അപ്പോൾ ഓറാണ്. ഓറ് വന്നാൽ നമുക്കറിയാം എന്താ വരുന്നത്? യൂണിയൻ ആണോ ഇൻ്റർസെക്ഷൻ ആണോ? ഓറ് വന്നാൽ യൂണിയനാണ്.
ഓഫ് ദീസ് ആ ടീച്ചേഴ്സിൽ 12 ടീച്ചർ എന്താണ് 12 ടീച്ചർ അതിൻ്റെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു, 4 ടീച്ചേഴ്സ് ഫിസിക്സ് മാത്സും പഠിപ്പിക്കുന്നു ഉണ്ടോ, ഫിസിക്സ് ആൻഡ് മാത്സ്. അപ്പോൾ അവിടെ വരുന്നത് ഇൻ്റർസെക്ഷനാണ്, ആൻഡ് വന്നാൽ ഇൻ്റർസെക്ഷനാണ്. ഇനി ഹൗ മെനി ടീച്ച് ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണം എത്ര ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് 2 സെറ്റ് ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെ എഴുതാം? എയും ബി എന്ന് എടുക്കാം. എ എന്ന് പറയുന്നത് ഫിസിക്സ് മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ സെറ്റാണ്. ബി എന്ന് പറയുന്നത് ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ സെറ്റാണ്. ശരിയല്ലയോ? എങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഈ എയും ബി ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? എൻ ഓഫ് എ 12 ആണ്, എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ 20 ആണ്, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ഇവിടെ ടോട്ടൽ സ്റ്റുഡൻസ് നമുക്ക് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആ യൂണിയനായിട്ട് തന്നെ എടുക്കാം. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കും നമ്മൾ നേരത്തെ എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നു. അവിടെ അറിയാവുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ എഴുതാം? അവിടെ ഇന്നും നമുക്ക് ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ 8 ആണ്. നമുക്ക് എൻ ഓഫ് ബി കണ്ടുപിടിച്ചാൽ മതി. എൻ ഓഫ് ബി ആണ് നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹു ടീച്ച് ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്ര കിട്ടി? 12 ആണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം 12 ടീച്ച് ഫിസിക്സ് അല്ലേ, 12 ടീച്ചേഴ്സ് ടീച്ച് ഹു ടീച്ച് ഫിസിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാം ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മളിതെല്ലാം ചെയ്യുന്നത് ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇനി അടുത്ത അതിൻ്റെ വെൻ ഡയഗ്രം നോക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും എടുത്തു. അപ്പോൾ നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എഴുതുവാണ്. എൻ ഓഫ് എ എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിലാണ് 12, ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതാണ്. അതുകൂടാതെ അതിൻ്റെ യൂണിയൻ തന്നിട്ടുണ്ട്. ശരിയല്ലയോ? അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ, അതായത് ഏതെങ്കിലും ഒരെണ്ണം വരുന്ന കേസിൽ നമ്മൾ ചെയ്യേണ്ടത് യൂണിയനും ഇൻ്റർസെക്ഷനും തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ തന്നിരിക്കുന്ന ഒരു സെറ്റ് എലമെൻ്റ് ഉണ്ടല്ലോ അതങ്ങ് കുറച്ചാൽ മതി. അതായത് 20 + 4 - 12 കണ്ടുപിടിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലോട്ട് എത്തിച്ചേരാവുന്നതാണ്. 20 + 4 - 12 എന്ന് വന്നാൽ അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം, അപ്പം ഫിസിക്സ് അല്ലെ മാത്സ് അല്ലെങ്കിൽ എ ഓർ ബി ഇതിലേതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഞാൻ യൂണിയനും ഇൻ്റർസെക്ഷനും ഉണ്ടെങ്കിൽ അത് തമ്മിൽ കൂട്ടി തന്നിരിക്കുന്ന ഏത് സെറ്റാണോ അതിൻ്റെ എണ്ണം കുറച്ചാൽ മതി. അതാണ് നമുക്ക് എന്ത് പറയാം? അതാണ് ഈ ഫിസിക്സ് പഠിപ്പിക്കുന്നവരുടെ എണ്ണം എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ആൻസർ അത് ചേർന്നുകൂടെ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സർവേ ഓഫ് 400 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ, ഒരു സ്കൂളിൽ 100 were listed as taking apple juice and 150 as taking orange juice and 75 were listed as taking both apple as well as orange juice. In how many students were taking neither apple juice nor orange juice എന്ന് പറയും. അപ്പോൾ ഒരു സർവേയിൽ 400 പേരുണ്ട്. അതിൽ 100 പേര് ആപ്പിൾ ജ്യൂസ് ഇഷ്ടപ്പെടുന്നു, 150 പേര് ഓറഞ്ച് ജ്യൂസ് ഇഷ്ടപ്പെടുന്നു, 75 പേര് ആപ്പിൾ ആസ്വല്ലാസ് എന്ന് പറയുമ്പോൾ ആൻറ്റിൻ്റെ അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മളിവിടെ ആൻറ്റ് ഇപ്പോൾ ഇൻ്റർസെക്ഷൻ്റെ ആ അർത്ഥത്തിൽ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നതല്ല ഹൗ മെനി സ്റ്റുഡൻസ് വർ ടേക്കിംഗ് നെയ്തർ ആപ്പിൾ ജ്യൂസ് നോർ ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ 400 പേരുണ്ട്, അതിനകത്ത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇഷ്ടപ്പെടാത്തവരെ, അതായത് ആപ്പിൾ ജ്യൂസ് ആൻഡ് ഓറഞ്ച് ജ്യൂസ് ഇഷ്ടപ്പെടാത്തവരെ, ആപ്പിൾ ജ്യൂസ് ആൻഡ് ഓറഞ്ച് ജ്യൂസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഇഷ്ടപ്പെടാത്തവരാണ് അല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 2 സെറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. യു എന്ന് പറയുമ്പോൾ നമ്മുടെ സർവേയിൽ പങ്കെടുത്ത മൊത്തം കുട്ടികളുടെ ലിസ്റ്റാണ്. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ടേക്കിംഗ് ആപ്പിൾ ജ്യൂസ് ആൻഡ് ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ടേക്കിംഗ് ഓറഞ്ച് ജ്യൂസ് എന്ന് പറയാം. ശരിയല്ലയോ? എങ്കിൽ ഇത് തന്നിരിക്കുന്നത് എഴുതാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? എൻ ഓഫ് യു ഉണ്ട്, എൻ ഓഫ് എ ഉണ്ട്, എൻ ഓഫ് ബി ഉണ്ട്, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഉണ്ട്. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ആണെന്ന് ഓർമ്മ വെച്ചോ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർ എ ആണെങ്കിൽ ഇഷ്ടപ്പെടാത്തവരെ എങ്ങനെ നമ്മൾ പറയുന്നു ഒന്ന് പറയാമോ? എങ്ങനെ പറയാം? അതിൻ്റെ പേര് പറയാമല്ലോ, കോംപ്ലിമെൻ്റ് എന്ന് പറയാം. അതിനെ പറയുന്ന പേരാണ് കോംപ്ലിമെൻ്റ്. അപ്പോൾ എ ഡാഷ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ബി ഇഷ്ടപ്പെടുന്നൊരു ഓറഞ്ച് ജ്യൂസ് ഇഷ്ടപ്പെടുന്നൊരു ബി ആണെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തൊരു ബി ഡാഷാണ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ആൻഡ് വന്നെന്നറിയാവോ? ആൻഡ് അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ വന്നു. നമ്മൾ നെയ്തർ ആപ്പിൾ ജ്യൂസ് നോർ ഓറഞ്ച് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും, ആപ്പിൾ ജ്യൂസ് ആൻഡ് ഓറഞ്ച് ജ്യൂസ് ഇഷ്ടപ്പെടാത്തവരെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആൻഡ് വന്നത്. അപ്പോൾ അതിനെ ഡി മോർഗൻസ് തിയറി ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം, എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലയോ? എങ്കിൽ നമുക്കറിയാം
എ ഡാഷ് എന്ന് പറയുമ്പോൾ യു മൈനസ് എ എന്ന് പറയുന്ന റിസൾട്ട് ഉണ്ട്. എ ഡാഷ് സീക്വൽ ടു യു മൈനസ് എ എന്ന് വെച്ചാൽ യുയിലെ എലമെൻസിൽ നിന്നും എയിലെ എലമെൻറ്റ്സ് കുറയ്ക്കുന്നതാണ് എ ഡാഷിലെ എലമെൻറ്റ്സ്. അപ്പോൾ എണ്ണം പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാം എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയാം. അപ്പോൾ ഇവിടെ എൻ ഓഫ് യു തന്നിട്ടുണ്ട്. എത്രയാണ് എൻ ഓഫ് യു? പിന്നെ ഇതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കുന്ന ആ ഫോർമുലയുടെ എഴുതിയിട്ട് എൻ ഓഫ് യു ഓരോന്നും നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 225 എന്ന ആൻസർ കിട്ടും. അപ്പം ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ഇഷ്ടപ്പെടാത്തവരെ എണ്ണം എത്രയാണ്? ഇതാണ്. ശരിയില്ലയോ? ഇത് നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പം മൊത്തത്തിൽ 400 പേര്. ഇതാണ് യുവിനെ സൂചിപ്പിക്കുന്നത്. ഇത് എയിലെയാണ്. ഇത് ടോട്ടൽ 100 കൊടുത്തേക്കുന്ന എയിലെയാണ്. നീ എ മാത്രം കണ്ടുപിടിക്കാൻ ഇത് കുറച്ചാൽ മതി. 25 പേരെ വരത്തുള്ളൂ. നീ ബി മാത്രം കണ്ടുപിടിക്കാൻ ഇത് കുറച്ചാൽ ഇൻ്റർസെക്ഷൻ കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ 75 വരത്തുള്ളൂ. അപ്പം നമുക്ക് മൊത്തം ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യാം. അപ്പോൾ എളുപ്പ രീതി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ 25 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എ മൊത്തത്തിൽ വരുന്ന 100 ആ 100-ൽ ഇത് 75 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്ര എഴുതിയാൽ മതി? 25 എന്നും ഇവിടെ 50 എന്ന് എഴുതിയാൽ മതി. ഇത് കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ അത് എ മാത്രം വരുന്നതാണ്. ഞാൻ എഴുതിയേക്കുന്നത് എയിലെ മൊത്തത്തിലാണ്, ബിയിലെ മൊത്തത്തിലാണ്, ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ നോക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്കിത് ആൻസർ എത്താൻ വേണ്ടി ഇവിടെ വരുന്ന 25 ഇല്ലയോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒറ്റയടി കണ്ടു 25 + 70 + 50 അത് 400 നിന്നും കുറച്ചാൽ മതി. എത്ര നമുക്കറിയാം. അങ്ങനെ വേണമെങ്കിൽ ആൻസറിൽ എത്തിച്ചേരാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിവിടെ നിന്നും ഇത് രണ്ടും കൂടെ കൂട്ടി 75 കുറച്ചിട്ട് 400 നിന്ന് കുറച്ചാലും മതി. കാരണം ഇവിടെ 75 2 പ്രാവശ്യം വരും. ഇവിടെയും വരും, ഇവിടെയും വരും. അതിനാണ് ഈ 75 കുറയ്ക്കാൻ പറയുന്നത്. അപ്പോൾ എളുപ്പ രീതി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ എയിലെ മാത്രം എന്ന് പറയുമ്പോൾ 25 ആണ്, ഇൻ്റർസെക്ഷൻ 75 ആണ്, ബി മാത്രം എന്ന് പറയുമ്പോൾ 50 ആണ്. ഇത് 3 കൂടെ കൂട്ടി 400 കുറയ്ക്കുന്നത് ഇതിൻ്റെ ആൻസർ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There are 200 individuals with a skin disorder. 120 had been exposed to the chemical C1, 50 to chemical C2 and 30 to both the chemical C1 and C2. Find the number of individuals exposed to. അപ്പോൾ ഇത് മനസ്സിലാക്കണം. കെമിക്കൽ C1 but not chemical C2. The chemical C2 but not chemical C1. Chemical C1 or chemical C2. അപ്പം സ്കിൻ ഡിസോർഡർ ഉണ്ടായ പറയുകയാണ്. മൊത്തത്തിൽ 200 പേരുണ്ടായില്ലേ, അതിൽ 120 പേർക്ക് കെമിക്കൽ C1 കാരണമാണ്, 50 പേർക്ക് കെമിക്കൽ C2 കാരണമാണ്, 30 പേർക്ക് ഇത് രണ്ടും കാരണമാണ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2. കെമിക്കൽ C1 മാത്രം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കെമിക്കൽ C2 മാത്രം, ഇവിടെ C1 അല്ലെങ്കിൽ C2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് പോകാം. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ട് 2 സെറ്റ് ഡിഫൈൻ ചെയ്യുന്നു. എയും ബിയും എന്താണ് നിങ്ങൾക്കറിയാവുന്നതാണ്. എന്നിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തിരുന്നു. എൻ ഓഫ് യു 200 പേരാണ്, എൻ ഓഫ് എ 120, എൻ ഓഫ് ബി 50, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 30 ആണ്. ഓക്കെ. എന്നിട്ട് ഇനി ആൻസറിലോട്ട് പോകാം. ഒന്നാമത്തെ ആൻസർ അറിയാമല്ലോ. എന്താണെന്നാമത് പറഞ്ഞേ? The chemical number of individual exposed to the chemical C1 but not C2. അല്ലയോ? C1 but not C2 എന്നുവെച്ചാൽ അവിടെ യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടത് C1 - C2 എന്ന് വെച്ചാൽ A - B ആണ് കണ്ടുപിടിക്കുന്നത്. N of A - B ഇല്ലയോ? അപ്പം നമുക്കങ്ങനെ പറയാം. C1 കെമിക്കൽ C1 but not C2 എന്ന് പറഞ്ഞാൽ C1 ഉണ്ട്, C2 ഇല്ല. അപ്പോൾ C1 - C2 എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ സെറ്റ് വെച്ച് പറയുമ്പോൾ A - B എന്ന് പറയാം. അപ്പോൾ N of A - B ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെൻ ഡയഗ്രം നോക്കുകയാണ്. ഇപ്പോൾ ഓർമ്മ വേണം, N of A - B കണ്ടുപിടിക്കണം. രണ്ടാമത് N of B - A കണ്ടുപിടിക്കണം. മൂന്നാമത് N of A യൂണിയൻ B കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തെ ആൻസറിലോട്ട് പോകാൻ വേണ്ടി വെൻ ഡയഗ്രം ഞാൻ പരിഗണിക്കുന്നു. നമുക്കറിയാം ഇത് മാത്രമാണെങ്കിൽ A - B, ഇത് A ഇൻ്റർസെക്ഷൻ B, ഇത് B - A എന്നറിയാം. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിനെ എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്ന സെറ്റ് ഇതല്ലയോ? ഇതില്ലേ എ എന്ന് പറയുന്ന സെറ്റ്? ഈ സെറ്റിനെ ഇതിൻ്റെയും യൂണിയനായിട്ട് എഴുതാം. ശരിയില്ലയോ? പറയാം. കാരണം ഇത് ഡിസ്ജോയിൻ്റ് ആണ്. ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ ഇവിടെ വരുന്ന ഏത് സെറ്റാണ് ഡിസ്ജോയിൻ്റ് ആവാൻ കാരണം എന്താ? ഇത് A - B മാത്രം, ഇത് A ഇൻ്റർസെക്ഷൻ B മാത്രം. ഇപ്പോൾ കോമൺ ആയിട്ട് എലിമെൻറ്റ്സ് വരുമോ? ഇല്ല. അപ്പോൾ ഈ എ മാത്രം പരിഗണിക്കുമ്പോൾ നമുക്ക് പറയാം എ എന്ന് പറയുന്നത് ഇപ്പോൾ A - B യൂണിയൻ A ഇൻ്റർസെക്ഷൻ B എന്ന് പറയാൻ പറ്റും. ശരിയില്ലയോ?
അത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് എഴുതുന്ന കാര്യമാണ്. ഫ്രം ദ ഫിഗർ നമുക്ക് ഇങ്ങനെ പറയാം, എ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി. ഇങ്ങനെ എഴുതാൻ കാരണം, ഇതിൻ്റെ യൂണിയൻ എഴുതാൻ കാരണം ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ അവിടെ ഇത് ഞാൻ എൻ ഓഫ് എ കൊടുക്കുമ്പോൾ ഓരോന്നും കൊടുത്താൽ മതി. ഇപ്പം നടുക്ക് പ്ലസ് കൊടുക്കാം, ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ പ്ലസ് കൊടുത്ത് എഴുതാം. അതിന് കാരണം ഇതാണ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻ്റ് സെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലയോ? അപ്പോൾ അവിടെ ഇന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ പറഞ്ഞാണ് എൻ ഓഫ് എ മൈനസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൻ ഓഫ് എ മൈനസ് ബി എങ്ങനെ എഴുതാലോ? എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാലോ. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇതും നമുക്കറിയാം. വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് 30 എന്ന് കിട്ടും. ശരിയല്ലയോ? അപ്പോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എക്സ്പോസ്ഡ് ടു ദ കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2 എന്ന് പറയുമ്പോൾ 90 എന്ന് പറയാം. അപ്പോൾ ഇവിടെ സിമ്പിൾ മെത്തേഡ് നമുക്ക് പറയാം. എ എന്ന് പറയുന്നത് മൊത്തത്തിൽ എത്രയാണ്? എ മൊത്തത്തിൽ എത്ര? 120. ഈ 120 ഇന്റർസെക്ഷനിൽ വരുന്ന കുറച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് ഒറ്റയടിക്ക് പറയാം 120 മൈനസ് 30 എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ 90 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യാം. അടുത്ത രണ്ടാമത്തെ പാർട്ടിലോട്ട് പോകാം. രണ്ടാമത്തെ പാർട്ട് മുമ്പേ ഞാൻ പറഞ്ഞതാണ്. അവിടെ ബി എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ ആയിരിക്കും? ബി മൈനസ് എയുടെയും എ ഇന്റർസെക്ഷൻ ബിയുടെയും യൂണിയൻ ആയിരിക്കും. അത് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് നമുക്കതിനെ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് ആയിട്ട് എഴുതാൻ പറ്റും, ആഡ് ചെയ്യുന്നതായിട്ട് എഴുതാൻ പറ്റും. അവിടെ നിന്ന് എൻ ഓഫ് ബി മൈനസ് എ കണ്ടുപിടിക്കണം. എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയാം. പിന്നെ അവിടെ നിന്നും 50 മൈനസ് എൻ ഓഫ് ബിയിൽ 50 മൈനസ് 20 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ ഇപ്പോൾ നമുക്ക് പറയാം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സ്പോസ്ഡ് ടു കെമിക്കൽ C1 ആൻഡ് കെമിക്കൽ C2 ഇങ്ങനെ പറയാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ അത് എളുപ്പ രീതി ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ വരുന്നത് ടോട്ടൽ എത്രയാണ്? എയിലെ ടോട്ടൽ 50 ആണ്. ഇന്റർസെക്ഷനിൽ വരുന്നത് എത്രയാണ്? ഇന്റർസെക്ഷനിൽ വരുന്നത് 30 ആണ്. അപ്പോൾ ഇത് നമ്മൾ ഡിഫറൻസ് എടുത്താൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞ ഇവിടെ എയിൽ വരുമ്പോൾ അത് തന്നെ മൊത്തത്തിൽ എ എത്ര വരുന്നു അതിൽ നിന്ന് ഇന്റർസെക്ഷനിൽ വരുന്നത് കുറച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് എൻ ഓഫ് എ ബി മൈനസ് ഇത്രയൊന്നും എഴുതാതെ തന്നെ എൻ ഓഫ് ബി മൈനസ് എന്ന് പറയുന്നത് 50 മൈനസ് 30 എഴുതിയാൽ മതി. ഇത്രയും അങ്ങനെയും നമുക്ക് ഈ പടം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഞാൻ എൻ ഓഫ് എ യൂണിയൻ ബി ആണ് പറയുന്നത്. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ എൻ ഓഫ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ എൻ ഓഫ് എ എന്ന് പറയുമ്പം 20 ആണ്. എൻ ഓഫ് എ എന്ന് പറയുന്നത് അവിടെ 20 ആണ്. ഇത് തമ്മിൽ കൂട്ടി ഇത് കുറച്ചാൽ മതി, നമുക്കറിയാവുന്ന കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് 3 സെറ്റ് വരുന്നതാണ്. അപ്പോൾ ഇതുവരെയെല്ലാം 2 സെറ്റ് വരുന്നത്. ആ 3 സെറ്റ് വരുന്നത് കൊണ്ട് ഞാൻ ആ വെൻ ഡയഗ്രം ഉപയോഗിച്ച് മാത്രം പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു സർവേയിൽ 60 പേരുണ്ട്. അപ്പോൾ എൻ ഓഫ് യു ആണ് ഇതെന്ന് മനസ്സിലാക്കണം. ഇതിൽ 25 പേര് ന്യൂസ് പേപ്പർ എച്ച് വായിക്കുന്നു, 26 പേര് ന്യൂസ് പേപ്പർ ടി ആണ് വായിക്കുന്നത്, 26 പേര് ന്യൂസ് പേപ്പർ ഐ വായിക്കുന്നു, 9 പേര് എച്ചും ഐയും റീഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. പിന്നെയോ 11 പേര് എച്ചും ടിയും ആണ്, 8 പേര് ടിയും ഐയും ആണ്, 3 പേര് എന്തൊക്കെയാണ്? all 3 ന്യൂസ് പേപ്പേഴ്സ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് ഈ പറയുന്ന ഓരോന്നും കണ്ടുപിടിക്കുക. ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും ഞാൻ 4 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെക്സ്റ്റിൽ 2 ഉള്ളതിന് ഞാൻ 4 ആക്കിയിട്ടുണ്ട്. ഒന്നാമത് നമ്പർ ഓഫ് പീപ്പിൾ ഹു റീഡ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ ന്യൂസ് പേപ്പേഴ്സ്. ഏറ്റവും കുറഞ്ഞ ഒരെണ്ണമെങ്കിലും വായിക്കുന്നവരെണ്ണം എത്ര? അടുത്ത നമ്പർ ഓഫ് പീപ്പിൾ ഹു റീഡ് എക്സാക്ട്ലി 1 ന്യൂസ് പേപ്പർ. എക്സാക്ട്ലി 1 എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രം. അടുത്ത നമ്പർ ഓഫ് പീപ്പിൾ ഹു ഡു നോട്ട് റീഡ് ന്യൂസ് പേപ്പർ. ഒരെണ്ണം പോലും റീഡ് ചെയ്യാത്തവർ. അടുത്തയോ ഇത് നമ്പർ ഓഫ് പീപ്പിൾ ഹു റീഡ് ന്യൂസ് പേപ്പർ എച്ച് മാത്രം വായിക്കുന്നവരെണ്ണം എത്ര ആണ്? അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ വെൻ ഡയഗ്രം വരയ്ക്കുകയാണ്. നോക്കാം. അതിനുവേണ്ടി യു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 60 ആണ്. അതിനകത്ത് വരുന്നത് ഞാൻ വരയ്ക്കുന്നു എയും ബിയും എച്ചും എത്ര എണ്ണമെന്നറിയാലോ? 3 എണ്ണമാണ്. ഒരെണ്ണം എച്ച്, ഒരെണ്ണം ടി, ഒരെണ്ണം ഐ. അപ്പോൾ ആദ്യം ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ അവസാനത്തിൽ തുടങ്ങുകയാണ്. ക്വസ്റ്റ്യൻ നമുക്ക് ഫൈൻഡ്. അതിനു മുമ്പേ നമ്മൾ പറയുന്നത് ഇതിൽ 3 എലമെൻറ്റ്സ് ആയിരുന്നു. എവിടെ? 3ലും. അത് തുടങ്ങുന്നു. അതിന് ശേഷം പറയുന്നത് നിങ്ങളെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുശേഷം പറയുന്നത് ഇങ്ങനെയാണ്: 8 റീഡ് ടി ആൻഡ് ഐ. കണ്ടോ? 11 റീഡ് എച്ച് ആൻഡ് ടി, 9 റീഡ് എച്ച് ആൻഡ് ഐ. ഇല്ലയോ? അടുത്ത പറയുന്നത് നമുക്കറിയാം ഇവിടെ എച്ചും ടിയും ഐയും റീഡ് ചെയ്യുന്നവരാണ്.
ഇതിന് തൊട്ട് മുമ്പുള്ള സെൻറ്റൻസ് പറയുമ്പം ഈ ഐയും ടിയും റീഡ് ചെയ്യുന്നവരെ എണ്ണം, അത് ഈ വരുന്ന ഈ കോമൺ പോർഷനാണിത്. പക്ഷെ അവിടെ ഈ 3 വന്നതുകൊണ്ട് ഇവിടെ മാത്രം എത്ര ആയിരിക്കും? മൊത്തത്തിൽ 8ആണ്, ഇവിടെ 3 വന്നതുകൊണ്ട് ഇവിടെ മാത്രം എത്ര ആയിരിക്കും വേണ്ടത്? അവിടെ 5 ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഈ പോർഷൻ മൊത്തത്തിൽ എത്രയാണ്? 8 ആണ്. ഇത് രണ്ടും കൂട്ടിയാൽ മതി. ഈ പോർഷൻ മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്നതായിരിക്കും. ശരിയല്ലയോ? അടുത്തത് പറയുന്നത് എന്താണ്? ഇത് രണ്ടും കൂടാണ് വരുന്നത്. ഏതൊക്കെ? എച്ചും ടിയും. അത് 11 ആണ് പറയുന്നത്. അപ്പോൾ ഇത് 3 വന്നതുകൊണ്ട് ബാക്കി ഇവിടെ എത്ര ആയിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 9 ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്ര ആയിരിക്കും? അപ്പോൾ ഈ 8ഉം 5ഉം 6ഉം ഒന്നും നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇത് മൊത്തത്തിലായിരുന്നു, അത് ഓർമ്മ വേണം. ഇനി അടുത്ത പറയുന്നത് നമ്മൾ നോക്കാം. ഐയിൽ എത്ര പേരെന്നാ പറഞ്ഞേ? ഐയിൽ 26 ആയിരുന്നു. ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ടോ നോക്കിയേ. ഇത് 9, 14. ബാക്കി എത്ര ഇവിടെ വേണ്ടത്? 12. ശരിയില്ലേ? അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഐയിൽ എത്ര വന്ന്? 12 വന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കൂടായോ? ഇനി അടുത്ത ടിയിലാണ്. ടിയിലും 26 ആണ്. പക്ഷേ ഇവിടെ എത്ര വന്നിട്ടുള്ളത്? 26 വന്ന്. അപ്പോൾ ഇവിടെ എത്ര വന്നു? ഇനി 10. ഇപ്പോൾ എത്രയാണ്? 10. അതുപോലെ ഇവിടെ 25 ആണ്. പക്ഷേ ഇവിടെ എത്ര വന്നിട്ടുണ്ട്? ഇവിടെ 17 വന്നിട്ടുണ്ട്. ബാക്കി അപ്പോൾ എത്ര വരും? ഈ പോർഷൻ മാത്രം 8 എന്ന് വരും. ശരിയില്ലയോ? അപ്പോൾ നമ്മുടെ എല്ലായിടത്തുമായി. അപ്പോൾ ഇത് മനസ്സിലാക്കണം. 8 എന്ന് പറയുന്നത് ഇത് മാത്രം, 10 എന്ന് പറയുന്നത് ഇത് മാത്രം, 12 എന്ന് പറയുമ്പോൾ ഈ HI മാത്രമാണ്. ഇത് 3 ഇത് 2 മാത്രം വായിക്കുന്നു. ഇത് രണ്ടും വായിക്കുന്നവർ മാത്രമാണ്. ഇത് 2 വായിക്കുന്നവർ മാത്രമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്: ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ റീഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ന്യൂസ് പേപ്പേഴ്സ്. ഏറ്റവും കുറഞ്ഞ ഒരെണ്ണമെങ്കിലും വായിക്കുന്നവർ. ഇത് ഒരെണ്ണം എന്ന് പറയുമ്പോൾ 1 വായിക്കുന്നവരാവാം, അല്ലെങ്കിൽ 2 വായിക്കുന്നവരാവാം, അല്ലെങ്കിൽ 3 വായിക്കുന്ന. അപ്പം 3 വരെ ഉള്ളതുകൊണ്ട് അവിടെ നിർത്താം. അതാണ് അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്ന വീടിൻ്റെ പ്രത്യേകത. ഇതാണ് ഏറ്റവും കുറഞ്ഞ 1 എന്ന് പറഞ്ഞാൽ 1, 2, 3 എക്സെട്രാ എന്ന് പറയാം. അപ്പോൾ ഇവിടെ 1, 3 ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒരെണ്ണം വായിക്കുന്നവരെണ്ണം കൂട്ടി നോക്കണം, 2 കൂട്ടി നോക്കണം, 3 വരുന്നവരെ കൂട്ടി നോക്കണം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വരുന്ന ഇത് 3 അല്ലയോ, അത് ആഡ് ചെയ്യണം. 2 വായിക്കുന്നവർ ഇതാണ്, അത് ആഡ് ചെയ്യണം. 3 വായിക്കുന്ന ഇതാണ് എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 52 എന്ന് കിട്ടും. ശരിയില്ലയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത് നമ്പർ ഓഫ് പീപ്പിൾ ഹൂ റീഡ് എക്സാക്ട്ലി 1 ന്യൂസ് പേപ്പർ. ഒരെണ്ണം മാത്രം. നിങ്ങൾ നോക്കിയേ, ഒരെണ്ണം മാത്രം വായിക്കുന്നവരൊക്കെ 8, 10, 12. അപ്പോൾ എത്ര ആയിരിക്കും ആൻസർ? 30. അപ്പോൾ ഈ പടം ഉണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റും. അടുത്ത് നോക്കാം. ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ ഡു നോട്ട് റീഡ് ന്യൂസ് പേപ്പർ. മൊത്തത്തിൽ 60 പേരാണ്. നമ്മൾ മുമ്പേ നോക്കിയപ്പം ഇത് വായിക്കുന്നവരെ മൊത്തത്തിൽ ഒരെണ്ണമെങ്കിലും വായിക്കുന്നവരെ മൊത്തത്തിൽ മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചതാ. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു. ശരിയില്ലയോ? അപ്പോൾ ഈ ഒന്നും വായിക്കാത്തവരെ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇതെല്ലാം കൂടെ കൂട്ടി 60 നിന്ന് കുറച്ചാൽ മതി. ഇതിൽ വരുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടി എന്ന് വെച്ചാൽ ഇവിടെയും വരും. അതെത്ര? അത് 8 പേര് ഒരെണ്ണം പോലും വായിക്കുന്നു. നമ്മൾ മുമ്പ് മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം ഇത് ഒരെണ്ണമെങ്കിലും വായിക്കുന്നവരെ എണ്ണം നോക്കിയപ്പോൾ 52 വരുന്നുള്ളൂ. ബാക്കി 8 പേര് ന്യൂസ് പേപ്പർ വായിക്കുന്നില്ല. അപ്പോൾ അത് യുവിൽ നിന്ന് കുറച്ചാൽ മതി. അടുത്ത നമ്പർ ഓഫ് പീപ്പിൾ ഹൂ റീഡ് ന്യൂസ് പേപ്പർ വെച്ചോളൂ. H മാത്രം വായിക്കുന്നവർ എത്ര? എത്ര? 8. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാം. വേണം നമുക്ക് ചോദിക്കാം Hഉം Tയും മാത്രം വായിക്കുന്നവർ എത്ര? അത് 8 ആണ്. അല്ലെങ്കിൽ Hഉം I മാത്രം വായിക്കുന്നവർ ഏതാണ്? അത് 6 ആണെന്ന് പറയാം. ശരിയില്ലയോ? അങ്ങനെ എത്ര ക്വസ്റ്റ്യൻ വേണം നമുക്ക് ഞാൻ ഉൾപ്പെടുത്താവുന്നൊരു ക്വസ്റ്റ്യനാണിത്. ഇനി നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയുള്ള അസൈൻമെൻറ്റാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. അസൈൻമെൻറ്റ് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റ് തന്നെയാണ്. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അസൈൻമെൻറ്റ് തന്നെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കുക. 2 സെറ്റായിട്ടുണ്ടത്. ഇത് ഞാൻ നോട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ തന്നെയാണ് നമ്മുടെ സെറ്റിലെ പ്രോബ്ലംസ്. അതായത് കൂടുതലും ചോദിക്കുന്ന ഈ സെക്ഷനിലെ പ്രോബ്ലമാണ്. അത് കൂടുതൽ മാർക്കിനും ചോദിക്കുന്ന ഇവിടെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് കൂടിയാണ് ഞാൻ ഉൾപ്പെടുത്തി ഇവിടെ ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.